أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون. قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നൂർ അഥവാ പ്രകാശം എന്ന പേരുള്ള ഈ സൂറത്തിലെ 52, 53, 54 3 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. ومن يطع الله, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിച്ചുവെങ്കിൽ, വറസൂലഹു, അവൻ്റെ റസൂലിനെയും, വയഖ്ഷ അല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുകയും, വയത്തഖഹി, അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അങ്ങനെയാണെങ്കിൽ അക്കൂട്ടർ വിജയം വരിച്ചിരിക്കുന്നു, അവർ തന്നെയാണ് വിജയികൾ. അപ്പോൾ ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും റസൂലിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവരാണ് വിജയികൾ. വഅഖ്സമു ബില്ലാഹി, അവർ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. ജഹദ ഐമാനിഹിം, വളരെ ശക്തമായ നിലക്കുള്ള സത്യം. അവർ അള്ളാഹുവിനെ വെച്ചുകൊണ്ട്, അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട്, അഥവാ അള്ളാഹുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതികഠിനമായ സത്യം ചെയ്യുന്നു, ശപഥം ചെയ്യുന്നു. ലഇൻ അമർത്തഹും, താങ്കൾ അവരോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ ലയഖ്റുജുന്ന, അവർ പുറപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യാൻ പുറപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു, താങ്കൾ അവരോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്നവർ ആണയിട്ട് പറയുന്നു. ഖുൽ, നബിയെ താങ്കൾ പറയുക, ലാ തുഖ്സിമു, നിങ്ങളങ്ങനെ ആണയിട്ട് പറയേണ്ടതില്ല, നിങ്ങൾ സത്യം ചെയ്ത് പറയേണ്ടതില്ല. ത്വാഅത്തും മഅറൂഫത്തുൻ, നിങ്ങളുടെ ത്വാഅത്ത്, നിങ്ങളുടെ അനുസരണം, അത് പരിചയമുള്ളതാണ്, അറിവുള്ളതാണത്. നിങ്ങളുടെ അനുസരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിവുള്ളവനാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന് സൂക്ഷ്മമായ വിവരമുണ്ട്. ഖുൽ, നബിയെ താങ്കൾ പറയുക, അത്തിയുള്ളാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക. വഅത്തിയുർ റസൂല, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക. നബിയെ താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക. ഫൈൻ തവല്ലൗ, ഇനി നിങ്ങൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ, പിന്തിരിയുകയാണ് എങ്കിൽ, ഫൈനമാ അലൈഹി മാ ഹുമ്മില, അദ്ദേഹത്തിൻ്റെ മേലുള്ള ബാധ്യത അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് മാത്രമാണ്. അദ്ദേഹത്തെ എന്താണോ ചുമതലപ്പെടുത്തിയത് അത് മാത്രമാണ് അദ്ദേഹത്തിനുള്ള ബാധ്യത. വഅലൈക്കും, നിങ്ങളുടെ മേലുള്ള ബാധ്യത മാ ഹുമ്മിൽത്തും, നിങ്ങളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത്, എന്താണോ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്, അതാണ് നിങ്ങളുടെ ബാധ്യത. വൈൻ തുതിഉഹു തഹ്തദു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഹിദായത്തിലെത്താൻ സാധിക്കും, നേർമാർഗം പ്രാപിക്കാൻ സാധിക്കും. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. റസൂലിൻ്റെ മേലുള്ള ബാധ്യത ബലാഗുൽ മുബീൻ മാത്രമാണ്. വ്യക്തമായ എത്തിക്കൽ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിൻ്റെ ആയത്തുകളും നിങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നത് മാത്രമാകുന്നു റസൂലിൻ്റെ മേലുള്ള ചുമതല. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധികളായ ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. സത്യനിഷേധികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ വിധി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കാതെ തിരിഞ്ഞു പോകുന്ന അവസ്ഥ അവർക്കുണ്ടാവും. അതേസമയം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഇതേ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹു അവരുടെ റസൂലും തയ്യാറാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ പറയുമ്പോൾ അവർ സമയനാവാത്തായെന്ന് പറയും. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു അവർ പറയും. സത്യനിഷേധികൾ പിരിഞ്ഞു പോവുകയും ചെയ്യും. ഉലായിക്കഹുമുൽ മുഫ്ലിഹൂൻ. ആ സത്യവിശ്വാസികളാണ് വിജയിക്കുക. ഇവിടെ പറയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ വിജയികൾ? അമയുതഇല്ലാഹ റസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കുക, അള്ളാഹിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഫൗലായിക ഹുമുൽ ഫായിസൂൻ. അവർ വിജയം വരിക്കും. അവർക്കാണ് വിജയം. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ പറഞ്ഞത് അത് കേൾക്കുക. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ അത് പ്രവർത്തിച്ച് കാണിക്കും. അപ്പോൾ അദ്ദേഹത്തെ പിന്തുടരുക. അള്ളാഹു പറഞ്ഞതനുസരിക്കുക, പറഞ്ഞത് കേൾക്കുക, റസൂലിനെ പിന്തുടരുക. റസൂൽ ചെയ്യുന്നത് പോലെ ചെയ്യുക. റസൂൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുക. അതാണ് റസൂലിൻ്റെ അനുസരണം. മറ്റത് യഖ്ഷല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹിൻ്റെ നരകം, അള്ളാഹിൻ്റെ വിചാരണ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇത് നടക്കും എന്നത് ഉറപ്പിച്ച് വിശ്വസിക്കുക. അതേപോലെ വയത്തഖി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. എന്തൊക്കെ ചെയ്യണമെന്നാണോ അള്ളാഹു പറഞ്ഞത് അത് ചെയ്യുക. ഏതൊക്കെ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത് അതിൽ നിന്ന് ഒഴിവാവുക. ഇങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചെയ്യാൻ അതൊക്കെ ചെയ്യുകയും അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഫൗലായിക ഹുമുൽ ഫായിസൂൻ. അത്തരം ചെയ്തികൾ ആരുടെ പക്ഷത്താണോ അവരാണ് വിജയിക്കുക. പിന്നീട് സത്യനിഷേധികളുടെ കൂട്ടത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുനാഫിക്കുകളായ ആളുകൾ, അവരൊക്കെ സാധാരണ പറയുന്ന സംഗതിയാണ് ലൈൻ അമർത്തഹും ലൈ അഖ്റുജുന്ന. നീ കൽപ്പിച്ചാൽ അവർ പോരും, പുറപ്പെടുമായിരുന്നു എന്നുള്ളത്. അതവർ കഴിവിൻ്റെ പരമാവധി ആണയിട്ടവർ പറയും. നബി പറയാത്തതിനോടാണ് ഞങ്ങൾ പോവാത്തത് യുദ്ധത്തിന്. അള്ളാഹിനെ മറിച്ച് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു, പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞില്ല. അള്ളാഹു പറയുന്നത് കൊൽ നബിയെ താങ്കൾ പറയും എല്ലാ തുക്സിമോ, നിങ്ങളിങ്ങനെ സത്യം ചെയ്ത് പറയേണ്ടതില്ല. കാരണം ത്വാഴത്തും മാറൂഫത്തും, നിങ്ങളുടെ ത്വാഴത്ത്, നിങ്ങളുടെ അനുസരണം അത് മാറൂഫത്താണ്. അത് എല്ലാവർക്കും പരിചയമുള്ളതാണ്. നിങ്ങൾ ആണയിട്ട് പറയും, പിറ്റേന്ന് നിങ്ങളത് നിഷേധിക്കും, പിറ്റേന്ന് നിങ്ങളത് ഒഴിവായി പോവും. ഇത് സ്ഥിരമായി നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പതിവാണത്. അതുകൊണ്ട് നിങ്ങൾ ആണയിട്ട് പറയേണ്ടതില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയാം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണോ അതിനെപ്പറ്റിയുള്ള സൂക്ഷ്മമായ വിവരം, ഖബീർ, അത് അള്ളാഹുവിനുണ്ട്. അള്ളാഹു ഖബീറാണ്. അള്ളാഹു സൂക്ഷ്മമായ വിവരമുള്ളവനാണ്. നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണോ ചെയ്തിരുന്നത്, ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ വിവരം അള്ളാഹുവിനുണ്ട്. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയാണ്, കൊൽ നബിയെ താങ്കൾ പറയുക അത്തിയുള്ളാഹു അത്തിയുർ റസൂല. നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുക. അള്ളാഹുവിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു അത് ചെയ്യുക. വാത്തിയുർ റസൂല, റസൂലിനെ പിൻപറ്റുക. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ എങ്ങനെയാണോ നിങ്ങളെ ഈ കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ടുപോകുന്നത് അതിനെ അദ്ദേഹത്തെ പിന്തുടരുക. അദ്ദേഹം എന്തൊക്കെയാണോ നിങ്ങളോട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. അദ്ദേഹം ഏത് രൂപത്തിലാണോ നിങ്ങളെ നയിക്കുന്നത് ആ നായകത്വത്തിന് കീഴിൽ അണിനിരക്കുക എന്നുള്ളതാണ് നിങ്ങൾ റസൂലിനുള്ള അനുസരണം. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ
അള്ളാൻ്റെ റസൂലിന് ഒരു കുഴപ്പമില്ല. കാരണം അള്ളാൻ്റെ റസൂലിനോട് പറയും ഇന്നമാ അല റസൂലിൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് റസൂലിനുള്ളത്. ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. വമാ അല റസൂലിൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി എത്തിക്കുക എന്നത് മാത്രമേ റസൂലിനുള്ളൂ, റസൂലിൻ്റെ പേരിലുള്ള ബാധ്യതയുള്ളൂ. എങ്ങനെയാണ് ദീനി പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി അള്ളാൻ്റെ റസൂൽ എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്, എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള വിവരം അറിയിക്കുക, തബ്ലീഗ്, ആ എത്തിക്കുക എന്ന ദൗത്യമാണ് റസൂലിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്തൊക്കെയാണോ ഏൽപ്പിച്ചത് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അള്ളാൻ്റെ റസൂൽ നിങ്ങളോട് കൽപ്പിച്ചതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നതാണ് നിങ്ങളുടെ മേലുള്ള ബാധ്യത. അള്ളാൻ്റെ റസൂലിനുള്ള ബാധ്യത ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. പറഞ്ഞു തരുന്നത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേലുള്ളതാണ്. അങ്ങനെ നിങ്ങൾ അള്ളാൻ്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് എന്താണോ അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ നിന്നാൽ തഹ്തദു, നിങ്ങൾ വിജയിക്കും. ഒന്നുകൂടി പറയാണ്, വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, അള്ളാൻ്റെ റസൂലിൻ്റെ മേലുള്ള ബാധ്യത, റസൂലിൻ്റെ മേലുള്ള ബാധ്യത ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി എത്തിച്ചു തരിക എന്നത് മാത്രമാണ്. നിങ്ങൾ എത്ര ആൾക്കാർ അദ്ദേഹത്തെ പിന്തുടർന്നു എന്നുള്ളതോ എത്ര ആൾക്കാർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതോ അദ്ദേഹത്തിൻ്റെ മോക്ഷവുമായി ഒരു നിലക്കും ബന്ധപ്പെടുന്നില്ല. നിങ്ങൾ ആരും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നില്ല എങ്കിലും അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞതൊക്കെ കിട്ടും. അപ്പം അത് ഇടക്കിടക്ക് വാക്കുകൾ മാറ്റി പറയുന്ന ആളുകൾക്കുള്ള ഒരു സൂചന എന്ന രൂപത്തിലാണ് അള്ളാഹു ഈ കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹിൻ്റെ റസൂലെ എങ്ങനെയാണോ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നത് ആ മാതൃക പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അത്തരം ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുക. അത്തരം ആളുകളാണ് വിജയം വരിച്ച ആളുകൾ. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.